ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഓസ്ട്രേലിയയിലാണെങ്കിലും ന്യൂസിലൻഡിലാണെങ്കിലും നമുക്കറിയാം ജോലി കിട്ടാൻ ഏറ്റവും അത്യാവശ്യമായ ഘടകം എന്ന് പറയുന്നത് നല്ല ഒരു CV ആണ് അല്ലേ. ഈ രണ്ട് രാജ്യങ്ങളിലും സാധാരണ നമ്മൾ മിഡിൽ ഈസ്റ്റിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഓരോ സ്ഥലത്തും അവർക്ക് അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ CV ഉണ്ടാക്കി ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് പേർക്ക് ഞാൻ CV ഫോർമാറ്റ് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അവരത് വെച്ച് അപ്ലൈ ചെയ്തപ്പോൾ അവർ മെസ്സേജ് അയച്ച ഒരു കാര്യം, ഇത്ര നാൾ ഞങ്ങൾ ഈ ഇന്ത്യൻ ഫോർമാറ്റിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഫോർമാറ്റിലൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് വിളിക്കാത്ത അതേ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ അതേ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ തന്ന ആ ഫോർമാറ്റ് ഉപയോഗിച്ച് CV ഉണ്ടാക്കി അയച്ചപ്പോൾ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അത് ഓരോരുത്തരുടെയും കഴിവ് പോലെ ഇരിക്കും. പക്ഷേ ഇൻ്റർവ്യൂ കോൾ വരിക എന്നുള്ളതാണ് മെയിൻ ഒരു കാര്യം. അപ്പോൾ അതിനുവേണ്ടി CV ഫോർമാറ്റ് നമ്മൾ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പൈസ കൊടുത്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ CV ഉണ്ടാക്കി തരുന്ന ഓസ്ട്രേലിയൻ ഫോർമാറ്റിലോ ന്യൂസിലൻഡ് ഫോർമാറ്റിലോ ഉണ്ടാക്കി തരുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ ഉണ്ടാക്കിയ ഒരു CV ഫോർമാറ്റും അതുപോലെ കവറിംഗ് ലെറ്റർ ഫോർമാറ്റും എൻ്റെ കയ്യിലുണ്ട്. ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയക്കുക. മെസ്സഞ്ചറിൽ ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ വരെ എത്തിക്കാൻ പറ്റും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം എനിക്കും അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ നേഴ്സായിട്ട് വൈഫിനും ജോലി കിട്ടിയ CV ഫോർമാറ്റും അതുപോലെ കവറിംഗ് ലെറ്റർ ഫോർമാറ്റുമാണത്. അത് കഴിഞ്ഞുള്ളത് ദൈവം തമ്പുരാൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലുമാണ്. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് തീർച്ചയായിട്ടും പറ്റും.